പാങ്ങുന്ന ഗ്രാമം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. വളരെ പെട്ടെന്നുണ്ടായ പൊടുന്നനെയുണ്ടായ ഒരു അപകട വാർത്ത. അതിൽ സ്കൂളിലെ 6 അധ്യാപകരും മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ ഉൾക്കൊള്ളാൻ ഇനിയും സമയമെടുക്കും. MLA-മാരൊക്കെ സ്ഥലത്തുണ്ട്, കാര്യങ്ങളൊക്കെ ഒരുക്കുന്ന തിരക്കിലൊക്കെയാണ് അവർ. എന്തായാലും ഈ ആംബുലൻസ് ഒരു അരമണിക്കൂറിനകം എത്തിച്ചേരും അമ്പലപ്പറമ്പിലേക്ക് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് പൊള്ളാച്ചിയിൽ നിന്ന് സാജിദ് അജ്മൽ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. സാജിദ്, ഇപ്പോൾ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു? പ്രിയപ്പെട്ട അധ്യാപകരെയൊക്കെ കാണാനായി നാട്ടുകാർ കാത്തിരിക്കുകയാണ്, അവർക്ക് യാത്രാമൊഴി നൽകാനായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു? ഒരു അരമണിക്കൂറിനകം തന്നെ മലപ്പുറത്തേക്ക് എത്തിച്ചേരുമോ? ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആംബുലൻസുകൾ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ പാലക്കാട് നഗരം പിന്നിട്ട് മണ്ണാർക്കാട് പാതയിലൂടെയാണ് ഈ ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ തന്നെ വേണം എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രി 12:45 പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. ഈ 3:30 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. പിന്നെ മൃതദേഹങ്ങൾ കുളിപ്പിക്കുന്നതടക്കം പാലക്കാട് നിന്നുള്ള ഈ സന്നദ്ധ പ്രവർത്തകർ എത്തിയിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചിട്ടയോടുകൂടി ചെയ്ത് പൂർത്തിയാക്കി 6 മണിയോടുകൂടിയാണ് ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസുകൾ പുറപ്പെട്ടത്. എന്തായാലും ഒരു 2.5 മണിക്കൂർ സമയമാണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മൃതദേഹവുമായുള്ള ആംബുലൻസ് പാങ്ങലെ അമ്പലപ്പറമ്പ് സ്കൂളിൽ എത്തും. അവിടെ നിരവധി ആളുകളാണ് പ്രിയപ്പെട്ട അധ്യാപകരെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നത്. ഈ ആദ്യാക്ഷരം കുറിച്ച് പഠിപ്പിച്ച് നൽകിയ അധ്യാപകർ, അത് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ ഒരുപക്ഷെ ഈ അമ്പലപ്പറമ്പ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അതിനേക്കാൾ മുതിർന്ന ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ ഉണ്ടാകും. പൊള്ളാച്ചിയിലേക്ക് തന്നെ നിരവധി ആളുകളാണ് ഈ അധ്യാപകരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ ഒഴുകി എത്തിയിരിക്കുന്നത്. ജനപ്രതിനിധികളും അവിടെയുള്ള ഈ പ്രദേശവാസികളും ഇവരുടെ എല്ലാം അയൽവാസികളും അടക്കം നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. ഈ 13 അംഗ സംഘത്തിൽ 4 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. അതിൽ ഒരു കുട്ടിയെ പെരിന്തൽമണ്ണയിൽ ആശുപത്രിയിൽ ആണ് നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 3 പേരാണ് കോയമ്പത്തൂരിൽ ഉള്ളത്. ഈ നൌഷാദും അതോടൊപ്പം തന്നെ ഫായിസും ഇത് കൂടാതെ 12 വയസ്സുള്ള കുട്ടിയുമാണ് ഈ കോയമ്പത്തൂരിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇതിൽ ആ കുട്ടിക്ക് തോളെല്ലിന് പൊട്ടലുണ്ട്. ഇത് കൂടാതെ മറ്റ് 2 പേർക്ക്, ഇതിൽ നൌഷാദ് എന്ന സ്കൂൾ ബസിന്റെ ഡ്രൈവർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ടെമ്പോ ട്രാവലർ ഡ്രൈവർക്ക് അത്ര ഗുരുതരമല്ലാത്ത പരിക്കാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഒരു നാടിനെയല്ല, സംസ്ഥാനത്തെ ആകെ നടുക്കിയ, പൊള്ളാച്ചി പട്ടണത്തെയും നടുക്കിയ ഒരു മഹാദുരന്തം തന്നെയാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ആ ആളുകളുടെ മൃതദേഹങ്ങളുമായി ഉള്ള ആ വിലാപയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ അതാ മലപ്പുറത്തേക്ക് ആംബുലൻസുകൾ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ഒരു നാടിനെ ആകെ നടുക്കിയ വേദനയോടെ മാത്രം ആളുകൾ ഓർക്കുന്നു. ഇപ്പോഴും ദുഃഖത്തോടെ ആളുകൾ ഓർക്കുകയാണ്. രാവിലെ യാത്ര പോയ വിവരം ആശ ടീച്ചർ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് പലരും അറിയുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെയൊരു യാത്ര പോയ സംഘത്തെ ഒരു അവധിക്കാലത്ത് അത് ആസ്വദിക്കാൻ പോയൊരു സംഘത്തിന് ഇങ്ങനെയൊരു വലിയൊരു അപകടത്തിൽപ്പെടുന്നത് അത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. നാട്ടുകാരെ, വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വേദനയിലാണ് അവരെല്ലാവരും. ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു സ്കൂളിലെ തന്നെ പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ 6 അധ്യാപകരെയും ഒപ്പം തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകളെയും കൂടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വലിയൊരു ആഘാതം, അത് താങ്ങാൻ കഴിയാതെ നിൽക്കുന്ന ഒരു നാടിനെയും നാട്ടുകാരെയും കൂടിയാണ് ജംഷീറിലൂടെ നമ്മൾ കണ്ടിരിക്കുന്നതും. അപ്പോൾ ഇനിയിപ്പോൾ ഈ ആംബുലൻസ് എത്താനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. ഈ ഒരു വിലാപയാത്രയെ കൊണ്ടുവരുന്ന ഒരു ആംബുലൻസ് ഏകദേശം ഒരു 1 മണിക്കൂറിനകം തന്നെ മലപ്പുറത്തേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു യാത്രയുടെ അന്ത്യം, യാത്ര പുറപ്പെടുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ആയിത്തീരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും വളരെ ദുഃഖകരമായ ഒരു യാത്രാന്ത്യം, അതിനൊടുവിൽ അവരെ കാത്തിരിക്കുന്ന നാട്ടുകാരെയൊക്കെയാണ് ഇന്നത്തെ ദിവസം കാണാൻ കഴിയുന്നത്. ഏതാണ്ട് നമുക്കറിയാം, ആ ഒരു വാൽപ്പാറ ചുരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 40ഓളം ഹെയർപിൻ വളവുകളുള്ളൊരു വളരെ അപകടകരമായ ഒരു ചുരം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഒരു 13ാം ഹെയർപിൻ വളവിൽ വെച്ചിട്ടാണ് വാഹനം നിയന്ത്രണം വിട്ടത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതാണ്ട് അവിടെയുള്ള അധ്യാപകരും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 അധ്യാപകരെയാണ് ഒറ്റയടിക്ക് ഒരു സ്കൂളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ സ്റ്റാഫ് റൂമിൽ ഏകദേശം ഇനിയൊരു 3 അധ്യാപകർ
മാത്രമേ ബാക്കിയുണ്ടാകൂ എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ വളരെ വേദനയോടെ കൂടെ തന്നെ കേൾക്കുകയാണ്. ഒരു യാത്രയുടെ അവസാനം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഈ ഇവരുടെ സംസ്കാര ചടങ്ങുകൾക്കായുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരിക്കുന്നതിൽ ദുഃഖകരമായത് ഒരു അധ്യാപികയുടെ മകൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഹിഷാമിൻ്റെ മരണമൊക്കെ വലിയ തരത്തിലുള്ളൊരു വേദന നാട്ടുകാർക്കുണ്ടാകുന്ന ഒരു വാർത്ത കൂടിയാണ്. അപ്പോൾ തന്നെ സ്കൂളിലൊരു അധ്യാപകനായ അബ്ദുൾ മജീദ്, അദ്ദേഹം കാഴ്ചാ പരിമിതിയുള്ള ആൾ കൂടിയാണ്. അദ്ദേഹത്തിനൊപ്പം പോയ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് റുക്കിയ. അപ്പോൾ അദ്ദേഹത്തിന് ഈ യാത്രയിലൊക്കെ അദ്ദേഹത്തിനെ അനുഗമിക്കുന്ന, അദ്ദേഹത്തിന് തുണയാകാൻ പോയ ഒരു ഭാര്യ കൂടി ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വലിയ വേദനയുണ്ടാക്കുന്ന ഒരുപാട് വാർത്തകൾ ഓരോ ജീവിതവും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വലിയ ഹൃദയവേദനയോടുകൂടെ മാത്രം പറയാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ